ഞങ്ങൾ ആദ്യം ദർശനം നടത്തിയ ക്ഷേത്രമാണ് ഏകാംബരനാഥർ ടെമ്പിൾ അഥവാ ഏകാംബരേശ്വര ക്ഷേത്രം. ശിവനാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. കാഞ്ചീപുരത്തെ ഏറ്റവും വലിയ ക്ഷേത്രം കൂടിയാണ് ഏകാംബരേശ്വരം. പ്രധാന ഗോപുരത്തിൻ്റെ ഉയരം 59 മീറ്ററാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്നാണിത്. ഗോപുരത്തിൻ്റെ ഇരുവശങ്ങളിലായി വിനായകൻ്റെയും മുരുകൻ്റെയും പ്രതിഷ്ഠയുണ്ട്. ഈ അമ്പലത്തിനെ പറ്റി പല ഐതിഹ്യങ്ങളും നിലവിലുണ്ടെങ്കിലും അവിടുത്തെ പ്രദേശവാസികളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു ഐതിഹ്യം ഞാനിവിടെ പങ്കുവെക്കുന്നു. ഒരു മാവിൻ ചുവട്ടിലിരുന്ന് പൃഥ്വിലിംഗ രൂപത്തിൽ ശിവനെ ആരാധിക്കുകയായിരുന്നു പാർവതി ദേവി. സമീപത്തു കൂടി ഒഴുകിയിരുന്ന വേഗാനദി കരകവിഞ്ഞൊഴുകുകയുണ്ടായി. ഇത് ശിവലിംഗത്തിന് തകരാറ് സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കിയ പാർവതി ശിവലിംഗത്തെ ആലിംഗനം ചെയ്തു. ആ ശിവലിംഗമാണ് ഏകാംബരേശ്വരൻ. 1000 കാൽ മണ്ഡപമാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. വിജയനഗര രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിലാണ് ഇത് പണിതീർത്തത്. ക്ഷേത്രക്കുളം കമ്പേ തീർത്ഥം എന്നറിയപ്പെടുന്നു. കുളത്തിലെ ജലം പുണ്യതീർത്ഥമായാണ് കണക്കാക്കുന്നത്. ഈ അമ്പലത്തിനകത്ത് ഒരു പവിത്രമായ മാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന് 3500 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മാവിൽ 4 വ്യത്യസ്ത തരത്തിലുള്ള മാങ്ങകൾ കായ്ക്കുമെന്ന് പറയപ്പെടുന്നു. അവ 4 വേദങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ പവിത്രമായ ഭൂമിയിലൂടെ ഉള്ള ഞങ്ങളുടെ യാത്ര തീരുന്നില്ല.